നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നഗരസഭാ ജീവനക്കാരുടെ ശമ്പള പെൻഷനും സർക്കാർ നേരിട്ട് നൽകണം. ജീവനക്കാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സർക്കാർ സഹായമെത്തും. 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി DCC പ്രസിഡന്റ് CK ശ്രീധരൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സായി പ്രസാദം വീടുകൾ. ശിലാസ്ഥാപനം 21-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ. ജപമാലകളുടെ അപൂർവ ശേഖരവുമായി ജെന്നി ജോസഫ്. പടന്നക്കാട്ടെ മാക്കിൽ വസതി ആർട്ട് ഗാലറിയായി മാറും. കാഞ്ഞങ്ങാട് മണ്ഡലം സ്വാതന്ത്ര്യ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ഡിജിറ്റൽ ക്ലാസ് നടന്നു. ജൂഡോയിലും ഗുസ്തിയിലും താരങ്ങളായി ദുർഗയുടെ മക്കൾ. വാർത്തകൾ വിശദമായി. നഗരസഭാ ജീവനക്കാരുടെ ശമ്പള പെൻഷനും സർക്കാർ നേരിട്ട് നൽകണമെന്ന് ആവശ്യമുയർത്തി നഗരസഭാ ജീവനക്കാരുടെ സമരം. നഗരസഭയ്ക്ക് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. നഗരസഭകളെ സംരക്ഷിക്കുക, തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് പ്രാവർത്തികമാക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നഗരസഭാ ജീവനക്കാർ സമരത്തിനിറങ്ങിയത്. സംസ്ഥാന വ്യാപകമായി സമരം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന കൂട്ടധർണ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നയങ്ങളും പരിപാടികളും നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും അപകടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നേടിയെടുത്ത ആനുകൂല്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. നമുക്കിപ്പോ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുനിസിപ്പൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം KM K. രവീന്ദ്രൻ, പ്രദീപ് പനക്കാപ്പ്, A. വേണുഗോപാലൻ, P. സൂരജ്, M. ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നഗരസഭാ ജീവനക്കാരുടെ പ്രതിഷേധം. KMCSUവിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ KMCSUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭയ്ക്ക് മുൻപിൽ ബുധനാഴ്ച കൂട്ടധർണ സംഘടിപ്പിച്ചു. ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ VG മാത്യു ഉദ്ഘാടനം ചെയ്തു. രീതിയിലേക്ക് നഗര വികസനം മാറുക, അതിന് ഗുണമേന്മ പ്രശ്നമല്ല, അത് ജനങ്ങൾക്ക് എത്രമാത്രം ക്ഷേമവും സൗകര്യവും ഉണ്ടാക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല, തങ്ങളുടെ കീശയിലേക്ക് കിട്ടാനുള്ളത് ലഭിക്കണമെന്നുള്ള ഒറ്റ അജണ്ട മാത്രമാണ്. അതോടൊപ്പം തന്നെ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ കാഴ്ചപ്പാട് മാറുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്. PK നാരായണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭകളെ സംരക്ഷിക്കുക, ശമ്പളവും പെൻഷനും നൽകുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കുക, തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് പ്രാവർത്തികമാക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, നഗരകാര്യ ഡയറക്ടറേറ്റിന്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, വർഗീയതയെ തടയുക, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഗരസഭാ ജീവനക്കാർ കൂട്ടധർണ നടത്തിയത്. KMCSU ജില്ലാ സെക്രട്ടറി A. പ്രദീപ്, രാജേഷ് VV എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ സഹായഹസ്തം. 10 ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി DCC പ്രസിഡന്റ് CK ശ്രീധരനെ അറിയിച്ചു. കാഞ്ഞങ്ങാട് മീനാപ്പീസ് കടപ്പുറത്ത് ദാരുണമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ട അഭിലാഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അഭിലാഷിന്റെ കുടുംബത്തിന്റെ കഥ മുഖ്യമന്ത്രിയെ വിശദമായി ബോധിപ്പിച്ചത് ഓഗസ്റ്റ് 12-നായിരുന്നു. ബുധനാഴ്ച മന്ത്രിസഭാ യോഗം ചേർന്നാൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തതായി CK ശ്രീധരൻ പറഞ്ഞു. ആ നിർധന കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് സന്നദ്ധമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഈ കഴിഞ്ഞ 12-ാം തീയതി, കഴിഞ്ഞ ബുധനാഴ്ച
ഞാൻ നേരിൽ കണ്ട് ഒരു നിവേദനം നൽകിയിരുന്നു. ഈ കാര്യത്തിൽ അനുകൂലമായ തീരുമാനം കൈക്കൊള്ളും എന്നും അദ്ദേഹം എന്നെ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ഏറെ സങ്കീർണങ്ങളായിട്ടുള്ള ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപയുടെ സംസ്ഥാന ഗവൺമെൻറ് ധനസഹായം വലിയൊരു ആശ്വാസമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്. 10 ലക്ഷം രൂപ സാമ്പത്തിക സഹായം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും CK ശ്രീധരൻ പറഞ്ഞു. KCN ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 108 വീടുകൾ നിർമ്മിച്ചു നൽകും. സായി പ്രസാദം ഭവനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം 21-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ജില്ലയിലെ പുല്ലൂർ പെരിയ, കിനാനൂർ, കരിന്തളം, എൻമകജെ പഞ്ചായത്തുകളിലായി 108 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റും കേരള സർക്കാരും സംയുക്തമായാണ് സായി പ്രസാദം വീടുകൾ നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന കർമ്മം 21-ന് രാവിലെ 8 മണിക്ക് കാഞ്ഞങ്ങാട് സൂര്യ ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കുള്ള സായി പ്രസാദം പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് സൂര്യ ഓഡിറ്റോറിയത്തിൽ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. പ്രോജക്റ്റ് സമർപ്പണം എന്ന പേരിൽ ഒരു ചടങ്ങ് മന്ത്രി കെ ബാബുവും സാംസ്കാരിക മന്ത്രി KC ജോസഫും ഈ പ്രോജക്റ്റ് ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങ് നിർവഹിക്കുന്നു. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ KM ആനന്ദകുമാർ, അഡ്വക്കേറ്റ് K മധുസൂദനൻ, ഹസൈനാർ ഹാജി, ദാമോദരൻ ആർക്കിടെക്ട്, KN രമേശൻ എന്നിവർ പങ്കെടുത്തു. ബാങ്കുകളുടെ ജപ്തി ഭീഷണിയിൽ നിരവധി പട്ടികവർഗ കുടുംബങ്ങൾ. വായ്പാ കുടിശ്ശിക എഴുതിത്തള്ളുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ബാങ്കുകൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. കയ്യൂർ ചിമേനി പഞ്ചായത്തിലെ പെരുന്തോൾ കോളനിയിൽ മാത്രം 20 കുടുംബങ്ങളാണ് ജപ്തി ഭീഷണിക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. 1 ലക്ഷം രൂപ വരെ വായ്പയെടുത്ത് കുടിശ്ശികയുള്ള പട്ടികജാതി പട്ടികവർഗക്കാരുടെ കടം എഴുതിത്തള്ളുമെന്ന് സംസ്ഥാന സർക്കാർ 1.5 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. 2003 മുതൽ 2014 വരെ വായ്പയെടുത്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അത് നടപ്പാക്കാത്തതാണ് ഈ പാവങ്ങളെ കണ്ണീരണിയിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. എന്നാൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് ഈ ആനുകൂല്യം ലഭിച്ചില്ല. ഇതിലൂടെ സർക്കാർ പട്ടികവർഗക്കാരെ വഞ്ചിക്കുകയാണെന്ന് ചീമേനി പെരുന്തോൾ കോളനിയിലെ പട്ടികവർഗ കുടുംബങ്ങൾ ആരോപിക്കുന്നു. ബാങ്ക് ലോണിന്റെ കാര്യം എഴുത്തള്ളെന്ന് സർക്കാർ പറയുന്നതല്ലാണ്ട് പട്ടികവർഗക്കാരെ കടം ഇത് എഴുത്തള്ള ഒരു നിയമം ഇതുവരെ പാസ്സാക്കിയിട്ടില്ല. അവർ പറയുന്നുണ്ട് 2014 മാർച്ച് വരെയുള്ള ലോൺ എഴുത്തള്ളുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബാങ്കിലും അതിൻ്റെ ഓർഡർ വന്നിട്ടില്ല. ഞങ്ങൾ ST ഓഫീസിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അന്വേഷിക്കുമ്പോൾ പറയുന്നുണ്ട് തള്ളുന്നു പറയുന്നല്ലാതെ വേറൊരു വിവരം ഞങ്ങൾക്കില്ല. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും വീട് നിർമ്മാണത്തിനും മറ്റുമായാണ് പലരും വായ്പയെടുത്തത്. സഹകരണ ബാങ്കുകൾക്കൊപ്പം ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത കുടുംബങ്ങളുണ്ട്. 15 വർഷം മുമ്പ് വായ്പയെടുത്തവർ വരെ ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ജീവിത ദുരിതത്തിനിടയിൽ മിക്കവർക്കും വായ്പ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് വായ്പ കുടിശ്ശിക എഴുതിത്തള്ളുമെന്ന പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ ഇതിനു പിന്നാലെ ബാങ്കുകൾ നോട്ടീസ് അയക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പട്ടികവർഗ വികസന വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നതെന്ന് ഈ പാവങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും ഇവർ പരാതിയുമായി എത്തിയിരുന്നു. എന്നാൽ അനുകൂല നടപടിയുണ്ടായില്ല. കയ്യിലെത്തിയ ജപ്തി നോട്ടീസുമായി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ പാവങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. SFI ബേഡകം ഏരിയ സെക്രട്ടറി അപ്പുവിനെ ആക്രമിച്ച സംഭവത്തിൽ SFI കാഞ്ഞങ്ങാട് പ്രതിഷേധ പ്രകടനം നടന്നു. SFI ബേഡകം ഏരിയ സെക്രട്ടറി അപ്പൂസിനെയും മുന്നാട് പീപ്പിൾസ് കോളേജ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നസറുദ്ദീനെയും ആക്രമിച്ച സംഭവത്തിൽ SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ABVP പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ആരോപിച്ചു. SFI പ്രവർത്തകരെ ദ്വിതീയമായി വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ RSSന്റെ ക്രിമിനൽ സംഘം മദ്യപിച്ച് ലക്കുകെട്ട് കഞ്ചാവടിച്ചുകൊണ്ട് കടന്നു പോകുന്ന SFI പ്രവർത്തകരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുമ്പോൾ ഈ കേരളത്തിൽ നോക്കണമിതാ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിയമ സംവിധാനത്തെ ഭരണ സംവിധാനത്തെ നിലംപരിശാക്കിയ ഒരു സാഹചര്യത്തിൽ ഏത് ക്രിമിനലുകൾക്കും നിറങ്ങാൻ വേണ്ടി കഴിയുന്ന നിലയിൽ ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റിയ ഒരു സാഹചര്യത്തിൽ SFI പ്രവർത്തകർ നിയമം കയ്യിലെടുത്താൽ അതിന്റെ ഉത്തരവാദികളായി മാറുക ഈ കേരളത്തിലെ ഗവൺമെന്റ് കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.
കാഞ്ഞങ്ങാട് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് വൈശാഖ് ശോഭനൻ, യദു കൃഷ്ണൻ, AV അജേഷ്, K വിദ്യാധരൻ എന്നിവർ നേതൃത്വമേകി. ജൂഡോ ഗുസ്തി മത്സരങ്ങളുടെ മികവിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. ജൂഡോ ഗുസ്തി പ്രദർശനം നടന്നു. ജൂഡോയിലും ഗുസ്തിയിലും പുരസ്കാരങ്ങൾ നേടിയ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സംസ്ഥാനതല മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നു. ചിട്ടയായ പരിശീലനവും സമർപ്പണബോധവും കൈമുതലാക്കിയ കുട്ടികൾ ഇതിനകം തന്നെ ജൂഡോയിലും ഗുസ്തിയിലും നിരവധി അംഗീകാരങ്ങൾ നേടിക്കഴിഞ്ഞു. ജൂഡോയിൽ 40 കുട്ടികളും ഗുസ്തിയിൽ 25 കുട്ടികളും മത്സരിക്കും. 23-ന് അങ്കമാലിയിൽ നടക്കുന്ന ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കുട്ടികൾ. സുധീഷ് പാലായിയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകാൻ നേതൃത്വമേകുന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലം സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ഡിജിറ്റൽ ക്ലാസും ഹജ്ജാജിമാർക്കുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു പരിപാടി. കാഞ്ഞങ്ങാട് മണ്ഡലം സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് ഡിജിറ്റൽ ക്ലാസ് സംഘടിപ്പിച്ചു. തുടർന്ന് ഹജ്ജാജിമാർക്ക് യാത്രയയപ്പും നൽകി. മുൻമന്ത്രി ചെർക്കളം അബ്ദുള്ള, മെട്രോ മുഹമ്മദ് ഹാജി, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ബഷീർ വെള്ളിക്കോത്ത്, MS മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞാമത് പുഞ്ചാവി, ME ഇബ്രാഹിം, ഇബ്രാഹിം പാലാട്ട്, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടറിവ് ശില്പശാല സംഘടിപ്പിച്ചു. നാടൻപാട്ട് അവതരണവും നടന്നു. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നാട്ടറിവ് മേള ശ്രദ്ധേയമായി. നാട്ടറിവ് മേള കവി CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ധാരണയുണ്ട്. അവിടെ സാധാരണ നിലയിൽ അപ്പമേ പൂച്ച എന്ന രൂപത്തിൽ കുറെ കാര്യങ്ങൾ 10 മണി മുതൽ 4 മണി വരെ പഠിപ്പിച്ചു വിടുക മാത്രം ചെയ്യുന്ന ഒരിടമാണ് എന്നതാണ് ആ ധാരണ. പൊതുസമൂഹത്തിന്റെ ആ ധാരണകളെയൊക്കെ മായ്ച്ചു കളയാൻ തകിടമറിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഈ ഒരു നാട്ടറിവ് മേള യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ടൗണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഒരു സ്ഥലത്ത് നടത്തേണ്ടിയിരുന്നു എന്നുള്ളത്. PTA പ്രസിഡന്റ് സുരേഷ് മോഹൻ അധ്യക്ഷനായി. വിശിഷ്ടാതിഥികൾക്ക് സ്കൂളിന്റെ ഉപഹാരം പ്രിൻസിപ്പൽ സിസ്റ്റർ ബിന്ദു സമ്മാനിച്ചു. PTA വൈസ് പ്രസിഡന്റ് ബഷീർ ആറങ്ങാടി, റോഷ്നി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന വേളയിൽ കവി വിനയചന്ദ്രൻ നടത്തിയ കവിതാലാപനം ഏറെ ആകർഷകമായി. കൂട്ടുകൂടിയ മുറ്റമെന്തേ ഒറ്റയാകുന്നു, നാട്ടുവഴിയിലെ ഈണമൊക്കെയുമാരുമായിക്കുന്നു, പാട്ടുമൂളിയ ചുണ്ടിലെന്തേ കാറ്റു തേങ്ങുന്നു, ആട്ടമാടിയ മേട്ടിൽ കാലുകൾ പൊള്ളി വിങ്ങുന്നു, കൂട്ടുകൂടിയ മുറ്റമെന്തേ ഒറ്റയാകുന്നു, നാട്ടുവഴിയിലെ ഈണമൊക്കെയുമാരുമായിക്കുന്നു, നട്ടുനോറ്റു വളർത്തിയൊരോണ സ്വപ്നമൊന്നായി. ചിത്താരി വാരിക്കാട്ടില്ലം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗവും നടന്നു. മടിയങ്കുലം ക്ഷേത്രപാലകനീശ്വരന്റെ പരിധിയിൽ വരുന്ന അള്ളട സ്വരൂപത്തിൽ താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുവാൻ അധികാരമുള്ളവരാണ് വാരിക്കാട്ടില്ലത്തെ തന്ത്രി കുടുംബാംഗങ്ങൾ. നീണ്ട വർഷങ്ങൾക്ക് ശേഷം പ്രശ്നചിന്തയുടെ അടിസ്ഥാനത്തിൽ ക്ഷേത്രപാലകൻ രക്തേശ്വരി, വിഷ്ണുമൂർത്തി, ഭൈരവൻ, കുട്ടിച്ചാത്തൻ എന്നീ ദേവീദേവന്മാരുടെ ശ്രീകോവിലുകൾ പുതുക്കിപ്പണിത് ഇല്ലം ബ്രഹ്മകലശ മഹോത്സവത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം വാരിക്കാട്ടില്ലത്ത് ക്ഷേത്രപാലകന്റെ കോലം കെട്ടിയാടുന്ന അപൂർവ മുഹൂർത്തത്തിന് ഈ ബ്രഹ്മകലശ മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കും. മഹോത്സവ വിജയത്തിന് വേണ്ടി വിപുലമായ ആഘോഷ കമ്മിറ്റി യോഗം വാരിക്കാട്ട് മഹിഷിമർദിനി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. മഹോത്സവ കമ്മിറ്റി മുഖ്യരക്ഷാധികാരികളായി വാരിക്കാട്ട് പത്മനാഭൻ തന്ത്രി, നാരായണൻ വാരിക്കാട്ട് തായാർ, അരവത്ത് ദാമോദരൻ തന്ത്രി, ഇരവിൽ കേശവ വാഴുന്നവർ, P കരുണാകരൻ MP, E ചന്ദ്രശേഖരൻ MLA, K കുഞ്ഞിരാമൻ MLA എന്നിവരെ തെരഞ്ഞെടുത്തു. മഹോത്സവ കമ്മിറ്റി ചെയർമാനായി ഡോക്ടർ ബൽറാം നമ്പ്യാരെയും വർക്കിംഗ് ചെയർമാൻമാരായി അരയവളപ്പിൽ കണ്ണൻ, അരവിന്ദാക്ഷൻ നായർ, KT നാരായണൻ എന്നിവരെയും ജനറൽ കൺവീനറായി CV തമ്പാൻ മടിയനെയും ട്രഷററായി CK ഗംഗാധരനെയും തെരഞ്ഞെടുത്തു.
ആഘോഷ കമ്മിറ്റി യോഗത്തിൽ വാരിക്കാട്ട് പത്മനാഭ തന്ത്രികൾ ഭദ്രദീപം കൊളുത്തി. വേണുഗോപാലൻ നമ്പ്യാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കാര്യങ്ങളൊക്കെ പ്രശ്നചിന്തയിൽ തെളിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും വളരെ കൃത്യമായി തന്നെ അറിയാവുന്നതായിരിക്കും. ഏതായാലും ഈ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുടെ താന്ത്രിക കർമ്മം നിർവഹിക്കുന്ന ശ്രീ വാരിക്കാട്ടില്ലത്ത് ചിത്താഴി വാരിക്കാട്ടില്ലത്ത് തന്ത്രിയെ വളരെ മുൻപ് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ മകനും വേദപാഠശാല ആലുവയിൽ നിന്നൊക്കെ വേദപഠനം കഴിഞ്ഞ് ഈ രംഗത്ത് സജീവമായി ഇറങ്ങിയിരിക്കുകയാണ്. വാരിക്കാട്ട് ബാബുസ്വാമിയുടെ സ്മരണയ്ക്കായി ഭാര്യയും മക്കളും നൽകിയ ആദ്യ ഫണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബൽറാം നമ്പ്യാർ ഏറ്റുവാങ്ങി. വി കമ്മാരൻ, എസ് കെ കുട്ടൻ, അരേവളപ്പിൽ കണ്ണൻ, കെ ടി നാരായണൻ, കുഞ്ഞമ്പു മാസ്റ്റർ, വാസുദേവൻ നമ്പൂതിരി, ടി കെ ദിനേശൻ, ഇ വി രവീന്ദ്രൻ, സി വി തമ്പാൻ എന്നിവർ സംസാരിച്ചു. ജെന്നി ജോസഫിന്റെ പടന്നക്കാട്ടെ മാക്കിൽ വസതിയിൽ ജപമാലകളുടെ അപൂർവ ശേഖരം. അപൂർവ വസ്തുക്കളുടെ ശേഖരം ആർട്ട് ഗാലറിയായി മാറും. ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും ജെന്നി ജോസഫ് അപൂർവതയുള്ള ഏതെങ്കിലും ഒരു വസ്തു സ്വന്തമാക്കും. വർഷങ്ങളായി ശേഖരിച്ച വസ്തുക്കൾ ചേർത്ത് വെച്ച് അദ്ദേഹം വീടിനകത്ത് സൃഷ്ടിച്ചത് മനോഹരമായ ആർട്ട് ഗാലറി. പടന്നക്കാട് തോട്ടത്തിനടുത്ത് താമസിക്കുന്ന ജെന്നി ജോസഫ് മാക്കിൽ എന്ന തന്റെ വസതിയിലാണ് വ്യത്യസ്തമാർന്ന ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച 1000-ഓളം വരുന്ന ജപമാലകളാണ് പ്രധാന ആകർഷക ഘടകം. 27 രൂപ മുതൽ 27,000 രൂപ വരെ വിലമതിക്കുന്ന ജപമാലകൾ ശേഖരത്തിലുണ്ട്. ഈ ജപമാല ശേഖരത്തിലൂടെ ലിംക ബുക്കിലും ജെന്നി ജോസഫ് ഇടം നേടുകയുണ്ടായി. അമേരിക്ക, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഇറ്റലി, അഫ്ഗാനിസ്ഥാൻ, മലേഷ്യ തുടങ്ങി അറബ് രാഷ്ട്രങ്ങളിലേതുൾപ്പെടെയുള്ള ജപമാലകൾ ശേഖരത്തിലുണ്ട്. കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമായി പ്രവർത്തിക്കുന്ന ജെന്നി ഫ്ലവേഴ്സ് സ്ഥാപനം ഉടമ കൂടിയായ ജെന്നി ജോസഫ് തന്റെ ശേഖരം ടൂറിസവുമായി ബന്ധപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. 80 വയസ്സ് പിന്നിട്ട തന്റെ മാതാവിന് സമർപ്പിക്കാൻ 1000 ജപമാലകൾ ഒരുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ജെന്നി ജോസഫ് പറഞ്ഞു. അങ്ങനെ ഞാനത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് 80 വയസ്സ് തികയും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ 1000 പൂർണ്ണചന്ദ്രന്മാർക്ക് പകരം 1000 കൊന്തകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഒരുപാട് വിവിധ തരത്തിലുള്ള കൊന്തകൾ കളക്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിങ്സ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഒരു നല്ലൊരു ആർട്ട് ഗാലറി, നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഇതിന് നല്ലതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാൽ കഴിയുന്നതും വിധം ആളുകൾക്ക് സ്റ്റുഡൻസിനൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പഠിക്കാനും എന്നാൽ കഴിയുന്ന വിധത്തിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പബ്ലിക്കിന് തുറന്നു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആയിട്ടില്ല. കുറേ സാധനങ്ങൾ ഇനി എഴുതാനുണ്ട്. ബുദ്ധമത വിശ്വാസികൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമാർന്ന വസ്തുക്കളും ശേഖരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇടക്ക, മാൻഡിൽ, തബല, മൃദംഗം, സിത്താർ, വീണ തുടങ്ങിയ ഒട്ടേറെ സംഗീതോപകരണങ്ങളും ഗാലറിയിൽ ഇടം നേടിയിട്ടുണ്ട്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം യാത്രയ്ക്കായി മാറ്റിവെച്ച ജെന്നി ജോസഫ് ശേഖരിച്ച അമൂല്യവും അപൂർവവുമായ വസ്തുക്കൾ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹം. ടൂറിസം വകുപ്പുമായി സഹകരിച്ച് ഇത്തരമൊരു പദ്ധതി വരുന്നതോടെ കാഞ്ഞങ്ങാടിനും അതൊരു പുതിയ സംരംഭമായി മാറും. ക്യാമറമാൻ സുനിൽ കുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ബന്ധുവീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മഞ്ചേശ്വരം കുഞ്ചത്തൂരിലായിരുന്നു സംഭവം. മംഗലാപുരം കൊടിക്കൽ സ്വദേശിനി സന്ധ്യയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപ് ബന്ധുവീട്ടിലെത്തിയ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗലാപുരം കോടിക്കാൽ ബാബുജി നഗറിൽ താമസിക്കുന്ന പരേതനായ കുഞ്ഞിക്കണ്ണന്റെ മകൾ സന്ധ്യയെയാണ് ഇളയമ്മയുടെ വീട്ടിൽ ഇന്നലെ വൈകിട്ട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അംഗനവാടി ജീവനക്കാരിയായ ഇളയമ്മ ചന്ദ്രാവതി ചൊവ്വാഴ്ച രാവിലെ ജോലിക്ക് പോയിരുന്നു. ചന്ദ്രാവതിയുടെ ഭർത്താവും സ്ഥലത്തില്ലായിരുന്നു. വൈകുന്നേരം ചന്ദ്രാവതി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത്. പല പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടും അനക്കമില്ലാതായപ്പോൾ ഇളയമ്മ തൊട്ടടുത്ത വീട്ടുകാരോട് കാര്യം പറഞ്ഞു.
നാട്ടുകാരെത്തി അകത്ത് കടന്നപ്പോഴാണ് മുറിയിൽ ചുരിദാർ ഷോൾ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ സന്ധ്യയെ കണ്ടെത്തിയത്. മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. യോഗി സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം ചന്തേരയിൽ നടന്നു. ജനപ്രതിനിധികളും സമുദായ നേതാക്കളും ഉൾപ്പെടെ പ്രമുഖർ സമ്മേളന പരിപാടികളിൽ പങ്കെടുത്തു. ചന്തേര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സമ്മേളനം കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയായി, ഒരു സമൂഹമായി ഇതിന് മാറാൻ വേണ്ടി കഴിഞ്ഞാൽ അതും വലിയ ഗുണകരമായിരിക്കും. സംഘടിക്കുക, ശക്തരാകുക. നാരായണ ഗുരുസ്വാമിയുടെ നേരത്തെ പ്രാർത്ഥന ഇല്ലല്ലോ ഇവിടെ കുട്ടികൾ. സംഘടിക്കുക, ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഇതാണ് നാരായണ ഗുരുസ്വാമിയുടെ ആഹ്വാനം. ആ ആഹ്വാനം തീർച്ചയായിട്ടും ഈ സമൂഹത്തിനും ബാധകമാണ്. PP രാമചന്ദ്രൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി ഉപഹാരം നൽകി. KM വിജയൻ, M ബാലകൃഷ്ണൻ, VM കരുണാകരൻ, MM ലക്ഷ്മി, K സുജാത എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന പദ്ധതി തുടങ്ങി. നേത്ര പരിശോധന ക്യാമ്പ് തുടങ്ങി. അഹല്യ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന പദ്ധതി പ്രകാരം നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ജനറൽ ഹോസ്പിറ്റൽ വിഭാഗത്തിൽ തന്നെ വളരെ തുച്ഛമായ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ RSBYയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ അഹല്യയിലൂടെ ഈ RSBY പ്രോഗ്രാം ജനങ്ങളിലേക്ക് എത്തുമ്പോൾ. ഇപ്പോൾ ഇവിടെ പ്രവർത്തനം നടത്തുന്ന ഈ ഹോസ്പിറ്റലിൽ സാധാരണ നല്ല പേഷ്യൻസ് ഇവിടെ വരികയും കൃത്യമായ പരിചരണത്തിലൂടെ, കൃത്യമായ ഡോക്ടർമാരുടെ സേവനത്തിലൂടെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ജാനകിക്കുട്ടി, അഹല്യ അസിസ്റ്റന്റ് മാനേജർ റിനോ ജോസഫ്, M സതീശൻ, പ്രമോദ് തോമസ്, B വിജേഷ്, ഡോക്ടർ മനോഹർ തുടങ്ങിയവർ സംസാരിച്ചു. അമൃതം ന്യൂട്രിമിക്സ് കൺസോർഷ്യം ഭാരവാഹികളുടെ സംസ്ഥാനതല സംഗമവും കുടുംബശ്രീ വാർഷികവും ആഘോഷിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു. അമൃതം ന്യൂട്രിമിക്സ് കൺസോർഷ്യം ഭാരവാഹികളുടെ സംസ്ഥാനതല സംഗമവും കുടുംബശ്രീ 17ാം വാർഷികാഘോഷവും ചൊവ്വാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാസർഗോഡ് ജില്ലയിലെ സഫലം കശുവണ്ടി സംസ്കരണ യൂണിറ്റ്. കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് എക്സ്പോർട്ടിംഗ് സംവിധാനത്തോടു കൂടി ആ യൂണിറ്റിനെ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനം തന്നെ എന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് കുറെ കൂടി വിപുലമായ സംവിധാനങ്ങൾ വേണം. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഓരോ ജില്ലയ്ക്കും എടുത്തു പറയാനുണ്ട് എന്നുള്ളതും എന്താണോ കുടുംബശ്രീയുടെ തുടക്കത്തിൽ ലക്ഷ്യമിട്ടിരുന്നത് അത് പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തുന്നു. ഈ 17 വർഷം കഴിയുമ്പോൾ അതിന് മുമ്പ് തന്നെ ആ ലക്ഷ്യം കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചകങ്ങളാണ് ഇവിടെ നമ്മൾ ഇന്ന് അഭിമാനത്തോടു കൂടി ഈ യോഗത്തിലടക്കം പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അഡ്വക്കേറ്റ് NA ഖാലിദ് അധ്യക്ഷത വഹിച്ചു. അമൃതം ന്യൂട്രിമിക്സ് വികസിപ്പിച്ചെടുത്ത കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ചീഫ് ടെക്നിക്കൽ ഓഫീസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ നിലോഫർ ഇല്യാസ് കുട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. TE അബ്ദുള്ള, മുംതാസ് ഷുക്കൂർ, താഹിറ സത്താർ, RP പത്മകുമാർ, M ഗോവിന്ദൻ, VK പ്രദീപ് കുമാർ, ഷാഹുൽ ഹമീദ്, ഷമീന PN, ഓമന V എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറുകളും സംഘടിപ്പിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടുത്ത മാസം ആദ്യം ചെറുവത്തൂരിലെത്തും. പാർട്ടി ഏരിയ സെന്റർ AKG ഭവന്റെ ഉദ്ഘാടനത്തിന് ചെറുവത്തൂരിലെത്തുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകുന്നതിന് വിപുലമായ ഒരുക്കം തുടങ്ങി. സംഘാടക സമിതി രൂപീകരണ യോഗം പൂമാല ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി 400 പ്രഖ്യാപിച്ചു. ആ 400 അടിസ്ഥാനത്തിൽ നെല്ലെടുത്തത് 300 കോടി രൂപ കൊടുക്കാൻ അവരെങ്ങനെ കൃഷി ചെയ്യും? അതുപോലെ നമ്മുടെ കേരളത്തിലേക്ക് റേഷൻ ഓണക്കാലമാണ് 400 കോടി രൂപ റേഷൻ ഡീലേഴ്സ് കൊടുക്കാൻ M അമ്പൂഞ്ഞി അധ്യക്ഷനായി. MV കോമൻ നമ്പ്യാർ, ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി KP വത്സലൻ, തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E കുഞ്ഞിരാമൻ, കൈനി കുഞ്ഞുകണ്ണൻ എന്നിവർ സംസാരിച്ചു.
കെ കണ്ണൻ സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ അരങ്ങേറും. ആദ്യകാല പാർട്ടി പ്രവർത്തകർക്കുള്ള ആദരം, രക്തസാക്ഷി കുടുംബങ്ങളുടെ കൂടിച്ചേരൽ, വളണ്ടിയർ പരേഡ്, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. കെ കുഞ്ഞിരാമൻ MLA ചെയർമാനും KP വത്സലൻ കൺവീനറുമായുള്ളതാണ് സംഘാടക സമിതി. കാഞ്ഞങ്ങാട് ഖാദി സൗഭാഗ്യയിൽ ഓണം മേളം തുടങ്ങി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഖാദി സൗഭാഗ്യയിൽ ഓണം മേള തുടങ്ങി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഖാദി സൗഭാഗ്യമേള കാഞ്ഞങ്ങാട് RDO ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ബാബുരാജ് നായിക്ക് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. VV രമേശൻ, P നാരായണൻ, ഗംഗാ രാധാകൃഷ്ണൻ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഖാദി സിൽക്ക് കോട്ടൺ സാരികൾ, സമ്മർ കൂൾ ഷർട്ടുകൾ, ബെഡ്ഷീറ്റുകൾ, കുപ്പടം മുണ്ടുകൾ തുടങ്ങിയവ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. കാശ്മീർ സിൽക്സ് പ്രവർത്തനം ആരംഭിച്ചു. മാണിക്കോത്ത് കണ്ണൻ കോംപ്ലക്സിലാണ് കാശ്മീർ സിൽക്സ് പ്രവർത്തനം ആരംഭിച്ചത്. ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത് കാശ്മീർ സിൽക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പണമുണ്ടാകുന്നത് ഒരു കുറ്റമല്ല എന്ന് പറയുമ്പോൾ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ പണം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് മർമ്മപ്രധാനമായ ധർമ്മവും ചിന്തയും എന്നുകൂടി വിശ്വമഹർഷി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കശ്മീർ സിൽക്സ് എന്നൊരു സ്ഥാപനം, ഒരു വസ്ത്രാലയം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടോ മാണിക്കോത്ത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന പ്രദേശമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ M കുഞ്ഞാമൻ, മാണിക്കോത്ത് ഫിഷറീസ് UP സ്കൂൾ PTA പ്രസിഡന്റ് മാധവൻ മാണിക്കോത്ത്, DCC ജനറൽ സെക്രട്ടറി PV സുരേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പ്രൊപ്പറൈറ്റർ മൂർത്തി പ്രകാശ് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭാ ജീവനക്കാരുടെ ശമ്പള പെൻഷനും സർക്കാർ നേരിട്ട് നൽകണം. ജീവനക്കാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മീനാപ്പീസ് കടപ്പുറത്തെ അഭിലാഷിന്റെ കുടുംബത്തിന് സർക്കാർ സഹായമെത്തും. 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി DCC പ്രസിഡന്റ് CK ശ്രീധരൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സായി പ്രസാദം വീടുകൾ. ശിലാസ്ഥാപനം 21-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ. ജപമാലകളുടെ അപൂർവ ശേഖരവുമായി ജെന്നി ജോസഫ്. പടന്നക്കാട്ടെ മാക്കിൽ വസതി ആർട്ട് ഗാലറിയായി മാറും. കാഞ്ഞങ്ങാട് മണ്ഡലം സ്വാതന്ത്ര്യ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ഡിജിറ്റൽ ക്ലാസ് നടന്നു. ജൂഡോയിലും ഗുസ്തിയിലും താരങ്ങളായി ദുർഗയുടെ മക്കൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.